ഹലോ, ഇന്നൊരു പാലുകാച്ച് ഉണ്ടായിരുന്നേ. അങ്ങനെ പാലുകാച്ചിന് പോകാൻ വേണ്ടി ഞാനും മോളും റെഡിയായി. 2-3 ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തേ. പാലുകാച്ച് അഷ്ടമുടി മുക്കിലാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബെന്യാണിൻ്റെ അമ്മൂൻ്റെയും വീടിൻ്റെ പാലുകാച്ചാണ്. അങ്ങനെ ഞാനും മോളും വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. അഷ്ടമുടി മുക്കിലാണ് പാലുകാച്ച്. അങ്ങനെ കുഞ്ഞാറ്റയാണെങ്കിൽ റോഡിൽ കിടന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഞാൻ എൻ്റെ വണ്ടി പോകാനിട്ടിരുന്നായിരുന്നു, പക്ഷേ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട്, അതുകൊണ്ടായിരിക്കും സ്റ്റാർട്ടാവാതിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ബെന്യാണിൻ്റെ വീട്ടിലെത്തി. അതിന് മുന്നേ അമ്മൂനെയും ബെന്യാണിനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട് താഴെ വന്ന് കുറച്ച് നേരം താഴെയൊക്കെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിക്കുന്നത് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ്. അങ്ങനെ ഞാനും മോളും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡ് കഴിക്കേണ്ടത് നടന്ന് ഫുഡ് കഴിക്കാനുള്ളത് റൈസും ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. ഞാനും കുഞ്ഞാറ്റി അങ്ങനെ റൈസ് മേടിച്ച് ആസ്വദിച്ച് ഫുഡിരുന്ന് കഴിച്ച് കുറച്ച് അപ്പുറത്തോട്ട് ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയപ്പോൾ കൂടെ വർക്ക് ചെയ്ത വിനീതൻ്റെ വൈഫിനെ കണ്ട് പിന്നെ അവരോട് കുറച്ചെല്ലാം സംസാരിച്ച് അവർ പിന്നെ പോയപ്പം പിന്നെ അമ്മൂനെ കിട്ടി. പിന്നെ അമ്മുമായിട്ട് കുറേ നേരം അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറേ നേരം അവിടെ നിന്ന് പിന്നെ അവളുടെ അടുത്തും ബൈ പറഞ്ഞ് ഞാനും മോളും പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോൾ ഞാൻ നടന്നു പോയപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റയുടെ ഐസ്ക്രീം അതിന് മുന്നേ കുഞ്ഞാറ്റെ കുടിച്ച് തീർത്ത്. പിന്നെ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കടയിൽ കയറിയപ്പോൾ അവിടെ ഐസ്ക്രീം ഇല്ലായിരുന്നു. പിന്നെ സിപ്പ് വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ തിരിച്ച് വീട്ടിലോട്ട് നടക്കുവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.